ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മോഡിഫൈഡ് സ്പ്ലെൻഡറിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സാമുറായിയുടെ എല്ലാ വീഡിയോയിലും പറഞ്ഞോണം തന്നെ ഈ ഒരു വണ്ടി ഇങ്ങനെ പണിതിറക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോണേ. അപ്പോൾ എനിക്കറിയാം നമ്മുടെ സ്പ്ലെൻഡറിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ വില വെച്ചിട്ട് നമ്മുടെ സ്പ്ലെൻഡറും അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിൽ വരുന്ന വണ്ടികളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു വണ്ടി ഇറങ്ങിയ കാലം തൊട്ട് ഇന്ന് 2021 വരെ ഇപ്പോഴും സെയിൽസിൻ്റെ കാര്യത്തിലായാലും മാർക്കറ്റിൻ്റെ കാര്യത്തിലായാലും യാതൊരു കുറവും വരുത്താണ്ടാണ് ഇന്നും നമ്മുടെ സ്പ്ലെൻഡർ മാർക്കറ്റിൽ വിറ്റ് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് ആയാലും പുതിയ വണ്ടി ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒരു മൈലേജ് അങ്ങനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളാരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കേസിലേക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ കളർ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ ആണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തേക്കണേ. ഇവിടെ നമ്മുടെ ഓണറുടെ ഇൻസ്റ്റാഗ്രാം ID കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി സ്റ്റിക്കർ, ഈ ഒരു ബ്ലൂ കളറിൽ നമ്മുടെ കമ്പനി സ്റ്റിക്കർ, ഒറിജിനൽ കമ്പനി സ്റ്റിക്കർ തന്നെയാണ് നിലവിൽ ഈ ഒരു വണ്ടിയിൽ ചെയ്തേക്കണേ. ഇവിടെ സ്പ്ലെൻഡറിൻ്റെ ലോഗോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി സ്റ്റിക്കർ നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേക ഒരു ഭംഗി. അതായത് നമ്മൾ എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി പെട്ടെന്ന് ഐ ക്യാച്ച് ആവാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു കളറാണ് ഈ ഒരു വണ്ടിയിൽ ഈ ഒരു വണ്ടിയുടെ ഓണർ ചെയ്തേക്കണേ. അത്രയാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് ഭാഗത്ത്. പിന്നെ ഈ വണ്ടിയുടെ എൻജിൻ ഭാഗത്തേക്ക് വരാണെങ്കിൽ ബ്രൗൺ കളറാണ് ഈ ഒരു വണ്ടിയുടെ എൻജിന് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ നോർമൽ നമ്മുടെ പുതിയ മോഡൽ സ്പ്ലെൻഡറുകളിലൊക്കെ കമ്പനി വന്ന കളറ് ഇത് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു കളർ കൊടുത്താണ്. ഈ ഒരു ബ്ലൂ കളറിനോട് പക്ക മാച്ചാട്ടോ ഈ ഒരു വണ്ടിയുടെ എൻജിന് കൊടുത്താണ് ഒരു കളർ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സൈലൻസർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 2003 മോഡൽ വണ്ടിയാണ്. ഒരു 2003 മോഡലിലൊക്കെ Euro 2ൻ്റെ സൈലൻസറാണ് വന്നേക്കണേ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഈ ഒരു വണ്ടിയുടെ ഓണർ സൈലൻസർ മാറ്റിയിട്ട് നമ്മുടെ Euro 1ൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം ആളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു റേറ്റ് അറിയില്ല. ഫ്രണ്ടിന് 500 രൂപ കൊടുത്തു എന്നാണ് ആൾ പറഞ്ഞേക്കണേ. അതാണ് സൈലൻസറിൻ്റെ കാര്യം. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ്ങിന് എത്ര രൂപ ചിലവാക്കേണ്ടി വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ്ങിന് വന്നേക്കണ തുക എന്ന് പറയുന്നത് 5000 രൂപയാണ്. വണ്ടിയുടെ A to Z എല്ലാ ഭാഗങ്ങളും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ബോൾട്ടൊക്കെ നിക്ലിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പെയിൻറ്റിങ്ങിന് വന്നേക്കണ റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപ. അതിൻ്റെ മുകളിൽ ഈ ഒരു വണ്ടിയുടെ ടാങ്കും PPF ചെയ്തിട്ടുണ്ട്. അതിന് വന്നേണ ഒരു റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ PPFന് വന്നേണേ. അപ്പോൾ പെയിൻറ്റിങ്ങിനും PPFനും കൂട്ടിയിട്ട് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. അത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നതാണ്. പിന്നെ സ്റ്റിക്കർ കമ്പനി സ്റ്റിക്കറാണ് ചെയ്തേക്കണം. സ്റ്റിക്കറിൻ്റെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 750-850 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഒറിജിനൽ സ്റ്റിക്കറിന് തന്നെ കുറഞ്ഞ സ്റ്റിക്കറുണ്ട്. അതാകുമ്പോൾ റേറ്റിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരും. 400-500 തുകയ്ക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നേരെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റിലൊന്നും യാതൊരുവിധ മാറ്റമൊന്നുമില്ല. കമ്പനി സീറ്റ് തന്നെ, സീറ്റ് കവർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബോഡി പാനലൊക്കെ ബ്ലൂ കളർ ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലൊരു നമ്മുടെ പുതിയൊരു മോഡൽ സ്പ്ലെൻഡർ, അതായത് Euro 1ൻ്റെ ടെയിൽ ലൈറ്റ് ഇങ്ങനെയല്ല. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം കുറച്ചുകൂടി വേറൊരു ടൈപ്പിലാണ് അതിൻ്റെ ഇത് വന്നേക്കണേ. അതിലും ഇത് നമ്മുടെ Euro 2 വന്നുകൊണ്ടിരിക്കുന്ന കമ്പനി വന്ന ടെയിൽ ലൈറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കണം, ഈ ഒരു വണ്ടിയുടെ ഓണർ കിട്ടാം. അതുപോലെ തന്നെ ഇനി ഒരു ഇൻഡിക്കേറ്ററൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നോർമൽ ബ്രൗൺ കളറിൽ വന്ന ഇൻഡിക്കേറ്റർ കാര്യങ്ങളായിരുന്നു ഈ ഒരു ഭാഗം. ഇത് നമ്മുടെ പുതിയ സ്പ്ലെൻഡർ പ്ലസ്സിലൊക്കെ വന്ന ഒരു രീതിയിലാണ്. അത്രയാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടുത്തെ നമ്മുടെ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നേക്കണേ. ഇനി ഈ ഒരു വണ്ടിയുടെ
ബാക്ക് വീലിൻ്റെ കേസിലേക്ക് വരാണെങ്കിൽ ഒരു വണ്ടിയിൽ ബാക്ക് വീല് SD വീല് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്ലൂ കളർ തന്നെയാണ് ചെയ്തേക്കണത്. പൗഡർ കോട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് ഈ ഒരു വണ്ടിയിൽ പെയിൻ്റ് അടിച്ച് രണ്ടാമത് കമ്പി കൊണ്ടുവന്ന് ഇത് ചെയ്തേക്കാണ്, കമ്പി കൊണ്ട് കെട്ടിച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു വീലും ഈ ഒരു ടയറും ആൾ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന്. 1500 രൂപയ്ക്ക് ആൾക്ക് റീസോൾ ചെയ്ത 16 ഇഞ്ചിൻ്റെ ഒരു ടയറും വീലും കൂടിയാണ് കിട്ടിയത്. അങ്ങനെയാണ് നേരെ ഈ ഒരു വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തേനെ. അത്രയൊക്കെയാണ് നമ്മുടെ ബാക്ക് വീലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിലെ സസ്പെൻഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ TVSൻ്റെ ഫോണിക്സിൻ്റെ സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കണേ. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1600 രൂപയാണ് ഇതിന് വന്ന റേറ്റ് കേട്ടോ. ഇതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ സ്പെയർ പാർട്സ് കടയിലും ഈ ഒരു സാധനം അവൈലബിൾ ആണ്. കാരണം ഇപ്പോൾ ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ 2 സ്റ്റോക്ക് ആയാലും 4 സ്റ്റോക്കിലായാലും എല്ലാ ടൈപ്പ് ബൈക്കുകളിലും ഇപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അത്രയാണ് ഈ ബാക്കിലെ സസ്പെൻഷൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ചെയിൻ കവറിനൊക്കെ നമ്മുടെ എഞ്ചിന് കൊടുത്താണ് സെയിം കളർ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ചെയിൻ കവറിനും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അതും ഈ ഒരു വണ്ടിക്ക് ഒരു ഭംഗി തന്നെ നൽകുന്നുണ്ട്. അത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് തന്നെ കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഭാഗത്ത് എടുത്ത് പറയാൻ മാത്രം മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എഞ്ചിൻ്റെ കളർ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഒരു വണ്ടിയുടെ ഫ്രണ്ട് വീലിലേക്ക് വരികയാണെങ്കിൽ നോർമൽ നമ്മുടെ ഫ്രണ്ട് വീല് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ. അതായത് 18 ഇഞ്ചിൻ്റെ വീല് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കണേ. നമ്മുടെ ഫ്രണ്ടിലെ മൺകാടും ബ്ലൂ കളർ ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിലെ വൈസറും കാര്യങ്ങളൊക്കെ നോർമൽ സ്പ്ലെൻഡറിൻ്റെ തന്നെ. ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളാം നമ്മുടെ സ്പ്ലെൻഡർ പ്ലസ്സിൽ തന്നെ പുതിയ ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് ഈ ഒരു വണ്ടിയിൽ വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഹെഡ് സെക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂറോ 2ൻ്റെ ഹെഡ് സെക്ഷനല്ല ഈ ഒരു വണ്ടിയിൽ വന്നതാണ്. ഇത് യൂറോ 1ൻ്റെയാണ് വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ നേരെ ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹാൻഡിൽ ഞാൻ പറയാം, ഈ ഒരു ഷോർട്ട് ബാർ ഹാൻഡിലാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ബാർ ഹാൻഡിൽ മേടിച്ചതിന് ശേഷം ആൾ 850 രൂപയ്ക്കാണ് ഈ ഷോർട്ട് ബാർ ഹാൻഡിൽ മേടിച്ചത്. ഷോർട്ട് ബാർ ഹാൻഡിൽ മേടിച്ച് 100 രൂപയ്ക്ക് കൊണ്ടുപോയിട്ട് പൗഡർ കോട്ട് ചെയ്തു. പൗഡർ കോട്ട് ചെയ്തതിന് ശേഷം ആൾ കൊണ്ടുപോയിട്ട് റെഡ് കളർ പെയിൻറ്റ്, അതായത് വണ്ടീനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഹാൻഡിലിന് ഒരു കളർ വരാൻ വേണ്ടിയിട്ട് റെഡ് കളർ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെയിൻറ്റിങ് ഈ ഒരു പെയിൻറ്റ് ചെയ്ത ആൾ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ആളുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടില്ല. പൗഡർ കോട്ടിൻ്റെ പൈസ മാത്രമാണ്, അത് വേറൊരു സ്ഥലത്താണ് മേടിച്ചിട്ടുള്ളത്. അത്രയാണ് ഹാൻഡിലിൻ്റെ കേസ്. ഇനി നമ്മൾ ഈ മിറർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ RX-Z വന്ന മിററാണ് ഈ ഒരു വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഈ ഒരു മിറർ മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 650 രൂപയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആളിത് മേടിച്ചത് 150 രൂപ പീസിന്. ആളെവിടെയോ ഡയറക്റ്റ് പോയി എടുത്താണ്. അത് കറക്റ്റ് ഞാൻ ചോദിച്ചറിഞ്ഞില്ല കേട്ടോ സ്ഥലം. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ ത്രോട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൊമിനോൻ്റെ ക്വിക്ക് ത്രോട്ടിലാണ് ഈ ഒരു വണ്ടിയിൽ വെച്ചിട്ടുള്ളത്. ഏകദേശം 950 രൂപയാണ് ഇത് ഈ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ചിലവ് കേട്ടോ. നോർമൽ മീറ്റർ, അതായത് മീറ്റർ കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ സ്പ്ലെൻഡറിൻ്റെ തന്നെയാണ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു കീ ചെയിനും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വരും. അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ഈ ഒരു വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു റേറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ് ഈ ഒരു ഫോഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള റേറ്റ്. വണ്ടിയുടെ സൗണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. യൂറോണിൻ്റെ സൈലൻസർ വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വണ്ടീനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ ഈ ഒരു വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ സ്പ്ലെൻഡർ മേടിക്കാൻ നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഇതുപോലെ വണ്ടി പണിതിറക്കുകയാണെങ്കിൽ ഉപകാരപ്പെടുന്നു കരുതുന്നു. കാരണം നിങ്ങൾക്ക് ബ്ലൂ കളർ മാത്രമല്ല വേറെ കളറും ചെയ്യാം. പക്ഷേ ഒരു ബ്ലൂ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചെയ്താൽ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ സ്പ്ലെൻഡറിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഒരു സ്പ്ലെൻഡർ ഈ ഒരു വണ്ടിയുടെ ഓണർ കൊടുക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ ഓണർ വേറൊരു വണ്ടി എടുത്തു. അപ്പോൾ ഈ ഒരു വണ്ടി ഇനി ചിലപ്പോൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഓണറുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. വണ്ടി മേടിക്കാൻ മാത്രമായിട്ടല്ല, വണ്ടീനെ ചെയ്തിട്ടുള്ള വർക്ക് എവിടെയൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ റേറ്റ് കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ ബൈ.